നാണംകെട്ട വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാർ. ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് ഹൈക്കോടതി അസാധുവാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് കൗൺസിലർമാരുടെ ധൃതി പിടിച്ചുള്ള സത്യപ്രതിജ്ഞ. വിവരങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഈ ഹൈക്കോടതി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തടഞ്ഞിരുന്നു, അസാധുവാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷേ ഈ ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞയുടെ പേരിലാണ് ഇത് അസാധുവാക്കിയത്. അവന്തിക, തീർച്ചയായും ആ വിഷയം അപ്പോൾ തന്നെ വലിയ വിവാദമായതായിരുന്നു. അതായത് ഈ എല്ലാത്തിനെയും ഒരു വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് എല്ലാ കാലത്തും ഈ ദൈവങ്ങളുടെ പേരിലും മറ്റുമൊക്കെ എല്ലാ കാര്യങ്ങളും ഈ ബി.ജെ.പിയും ആർ.എസ്.എസും ഒക്കെ ചെയ്യുന്നത്. സമാനമായ നിലയിൽ ഈ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയിലും അത് തന്നെ ആവർത്തിക്കുന്ന ഒരു നിലയാണ് അന്ന് ഉണ്ടായത്. സാധാരണഗതിയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം പല ദൈവങ്ങളുടെയും, അതായത് അയ്യപ്പസ്വാമിയുടെ പേരിലും അതുപോലെ തന്നെ പത്മനാഭന്റെ പേരിലും പരശുരാമന്റെ പേരിൽ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള, അതായത് ചെറിയ ചില അമ്പലങ്ങളിലെ ദേവിമാരുടെ പേരുകളിൽ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു കാര്യമാണ് അന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായത്. അത് ചട്ടലംഘനമാണ് എന്ന് അപ്പോൾ തന്നെ LDF ചൂണ്ടിക്കാട്ടുകയും ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഹർജിന്റെ പുറത്താണ് നിലവിൽ ഇപ്പോൾ ഒരു നിർണായകമായ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ 20 MLA-മാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗമായി ഇന്ന് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ, അതായത് ആ അസാധുവാക്കപ്പെട്ട സത്യപ്രതിജ്ഞകളുടെ കൂട്ടത്തിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ പേര് ഉൾപ്പെടെയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതന്റെ പേരും ഇതിനകത്തുണ്ട്. നിലവിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ജയിലിലായതുകൊണ്ട് തന്നെ. മറ്റ് 19 പേരാണ് നിലവിൽ ഇന്ന് ഈശ്വരനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ സത്യപ്രതിജ്ഞയിലും നിരവധിയായ ചട്ടലംഘനങ്ങളുണ്ട്, നിയമലംഘനങ്ങളുണ്ട് എന്ന് LDF ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ LDFന്റെ നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് SP ദീപക് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആരെയും അറിയിക്കാതെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ളത്. എല്ലാ അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് നൽകേണ്ടതായിരുന്നു. ഈ LDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള തനിക്ക് പോലും അത്തരമൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോഴാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന വിവരം തങ്ങൾ പോലും അറിയുന്നത്. ആ നിലയിലല്ല സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. അതിന് ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തട്ടിക്കൂട്ടുന്ന നിലയിലേക്ക് മേയർ പോയിട്ടുള്ളത്. മറ്റാരെയും അതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടില്ല. ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന 19 BJPയുടെ അംഗങ്ങളെ മാത്രമാണ് ഇതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുള്ളത് എന്നത് വലിയൊരു വിഷയമായി കാണുന്നു. ഇത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടാനാണ് LDFന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ LDF പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അവന്തിക ഇതിനോടകം തന്നെ.